വയനാട്ടിൽ UDF-ഉം LDF-ഉം ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. കോഴിക്കോട് വയനാട് അതിർത്തിയായ ലക്കിടിയിലും കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിലും UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. വിശദാംശങ്ങളുമായി അരുൺ അമൃതാഥ് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഹർത്താൽ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? പ്രതിഷേധ പ്രവർത്തകർ ഇപ്പോൾ വാഹനങ്ങൾ തടയുന്നുണ്ടോ? മോദി, ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ലക്കിടിയിലെ കോഴിക്കോട് വയനാട് ജില്ലാ അതിർത്തിയുടെ പ്രധാന കവാടത്തിലാണ്. ഇവിടെ ഇപ്പോഴും UDF പ്രവർത്തകരുടെ വാഹനം തടയൽ പുരോഗമിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ഗതാഗത കുരുക്കുണ്ടാകുന്ന രീതിയിൽ നീളത്തിൽ വാഹനങ്ങൾ ഇവിടെ തടഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് തുടങ്ങിയാണ്, വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. 6 മണിയോടുകൂടി തന്നെ പ്രവർത്തകർ ഈ പ്രധാന കവാടത്തിലെത്തി വാഹനം തടയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ തന്നെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പോരാട്ടമായി കൊണ്ട് തന്നെ അവകാശപ്പെട്ടുകൊണ്ടാണ് UDF ഈ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തത്. ഒപ്പം തന്നെ LDF-ഉം കേന്ദ്ര നയത്തിനെതിരെ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയും UDF ഈ സംസ്ഥാന സർക്കാരിനെ കൂടി വിമർശിച്ചു കൊണ്ടാണ്, സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പോരായ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇത് എത്ര മണി വരെ തുടരും? 6 മണി വരെ. അതായത് അത്തരത്തിൽ ഈ ഒരു ജാഥ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വാഹനങ്ങളുടെ ഒരു നീണ്ട അന്തർ സംസ്ഥാന പാത കൂടിയാണ്. ഈ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത്തരത്തിൽ നേരത്തെ ആശുപത്രി ആംബുലൻസുകളിലൊക്കെ വാഹനങ്ങളൊക്കെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ ഇടപെട്ട് ഇത്തരത്തിൽ കയർക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു. പോലീസിൻ്റെ ഒരു ഇടപെടലുണ്ട്, പോലീസിൻ്റെ ഒരു വിന്യാസം ഇവിടെയുണ്ട്. ഈ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഹർത്താലിനോട് യോജിച്ച ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ വയനാട് ജില്ലയിലാകെ, നഗരത്തിലാകെ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഹർത്താൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ UDF-നും LDF-ൻ്റെയും ഹർത്താൽ പ്രഖ്യാപിച്ചതിന് തുടർന്ന് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഈ പ്രധാനമന്ത്രി വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിക്കുന്നു. വലിയൊരു പ്രതീക്ഷയൊക്കെ അന്ന് ആളുകൾ പങ്കുവച്ചിരുന്നു. ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നു, പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ. പക്ഷേ അതിൽ വലിയൊരു നിരാശ ആളുകളിലുണ്ട്. അത്തരത്തിലൊരു ജനകീയ സമരമായി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ UDF-ഉം LDF-ഉം ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരു രാഷ്ട്രീയ പോര് കൂടിയുണ്ട്. LDF-നെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധത്തിലാക്കിയ ഒരു സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ LDF കൂടി ഹർത്താൽ ആഹ്വാനമായി, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തിറങ്ങാൻ വേണ്ടി നിർബന്ധിതരാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഹർത്താലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റയിൽ ഉൾപ്പെടെ വയനാട് നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ വാഹനം തടയുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കൂടിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. മോത്തി.